ഹലോ ഡിയർ ഫ്രണ്ട്സ്. അപ്പോ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ പാർട്ട് 2 വീഡിയോ നമുക്ക് സം ടെക്നിക്കൽ എറേഴ്സ് ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. സോ അതിന്റെ ബാലൻസ് പോർഷൻസ് പാർട്ട് 3-ലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. സോ ഡീംഡ് റെസിഡന്റ് ആണ് നമ്മൾ എന്ത് ചെയ്തത്, പറഞ്ഞു നിർത്തിയത് പാർട്ട് 2-ല്. സോ ആരാണ് ഡീംഡ് റെസിഡന്റ്? ഐ തിങ്ക് ഒരു 2020-ൽ വന്നിട്ടുള്ള ഒരു അമെന്റ്മെന്റ് ആയിരുന്നു ഇത്. അതായത് 4 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ആരായിട്ട് മാറി, ഡീംഡ് റെസിഡന്റ് ആയിട്ട് മാറി, അഥവാ RBNOR. ആരാണ് RBNOR? നോട്ട് ഓർഡിനറി റെസിഡന്റ് ആയിട്ട് മാറി. നോട്ട് ഓർഡിനറി റെസിഡന്റ് ആയിട്ട് മാറി. അപ്പൊ എന്താണ് രണ്ട് കണ്ടീഷൻ നോക്കുക. ഒന്ന്, അയാൾ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ആരായിരിക്കണം? ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം, അയാൾക്ക് ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന ഇൻകം, അല്ലെങ്കിൽ അയാളുടെ സോഴ്സ് ഓഫ് ഇൻകം ഫ്രം ഇന്ത്യ എന്ന് പറയുന്നത് മോർ ദാൻ 15 lakh ആയിരിക്കണം. മോർ ദാൻ 15 lakh ആയിരിക്കണം. എന്ത് സോഴ്സ് ഓഫ് ഇൻകം ഫ്രം ഇന്ത്യ എന്തായിരിക്കണം? ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന ഇൻകം 15 ലക്ഷത്തിൽ കൂടുതലായിരിക്കണം. മൂന്നാമതാണ് വളരെ രസകരമായിട്ടുള്ള ഒരു കണ്ടീഷൻ, നോട്ട് പേയിങ് ടാക്സ്. നോട്ട് പേയിങ് ടാക്സ്. Not paying tax in any other countries. In any other countries. എന്താ അതിന്റെ അർത്ഥം? അയാള് വേറൊരു രാജ്യത്തും ടാക്സ് ലയബിലിറ്റി ഇല്ല, അല്ലെങ്കിൽ ടാക്സ് അടയ്ക്കുന്നില്ല എന്ന് വിചാരിക്കാന്നല്ല, അങ്ങനെയുള്ള ആളായിരിക്കും. ഓക്കെ, അതായത് ഇന്ത്യക്ക് പുറത്തുള്ള ഒരു രാജ്യത്തും അയാൾക്ക് ഒരു ടാക്സ് ലയബിലിറ്റി ഇല്ല എന്ന് വിചാരിക്കുക. നാലാമത്തെ കാര്യം ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഞാൻ പറഞ്ഞു തരാം ആദ്യം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കണ്ടീഷൻ ഇല്ലേ, ഈ 182 ഡേയ്സ് കണ്ടീഷനും അതുപോലെ തന്നെ 60 ഡേയ്സ് കണ്ടീഷനും, ഇതിലൊന്നും പെടാത്ത ഒരാള് ഈ കണ്ടീഷൻ നോക്കിയിട്ട് അയാൾ എന്താണ്, നോൺ റെസിഡന്റ് ആണെന്ന് വിചാരിക്കുക. അതായത് ഈ കണ്ടീഷനും ഒന്നും സാറ്റിസ്ഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നോൺ റെസിഡന്റ് ആവില്ലേ? യെസ്. അപ്പോ നാലാമത്തെ കണ്ടീഷൻ ഇതാണ്, പേഴ്സൺ ഈസ് നോൺ റെസിഡന്റ്. പേഴ്സൺ ഈസ് നോൺ റെസിഡന്റ്. പേഴ്സൺ ഈസ് നോൺ റെസിഡന്റ് as per the above provision. As per the above provision. എന്താണ് അതിന്റെ അർത്ഥം? സോ ഇനി നാലും ഒരുമിച്ച് പറഞ്ഞുതരാം. ഒരു ഇന്ത്യൻ സിറ്റിസൺ, അയാൾക്ക് ഇൻകം ഫ്രം ഇന്ത്യ, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് സോഴ്സ് ഓഫ് ഇൻകം ഫ്രം ഇന്ത്യ, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന ഇൻകം മോർ ദാൻ 15 lakh ഉണ്ടെന്ന് വിചാരിക്കാം. അതുപോലെ തന്നെ അയാൾ വേറൊരു രാജ്യത്തും ഇതിലെ ടാക്സ് അടയ്ക്കുന്നില്ല എന്ന് വിചാരിക്കാം. ഇംഗത്തിന്റെ മേലെ വേറൊരു രാജ്യത്തും ടാക്സ് അടയ്ക്കുന്നില്ല. അതുപോലെ തന്നെ ഇയാൾ നല്ല ബുദ്ധിപരമായിട്ട് ഈ ലിമിറ്റ് ഒക്കെ അറിയുന്ന ഒരാളാണ്. സോ നല്ല ബുദ്ധിപരമായിട്ട് ഈ കണ്ടീഷനിലൊന്നും പെടാതെ ഒഴിഞ്ഞു മാറിപ്പോകുന്ന ആളാണ്. അത് കാരണം അയാൾ ഓട്ടോമാറ്റിക്കലി നോൺ റെസിഡന്റ് ആണ്. സോ അല്ലെ? സോ അങ്ങനെയുള്ള ആൾക്കാരെ പിടിക്കാൻ വേണ്ടി ഗവൺമെന്റ് ചെയ്തൊരു പരിപാടിയാണ് എന്ത്, ഡീംഡ് റെസിഡന്റ്. അയാൾ ഒരു കണ്ടീഷൻ നോക്കണ്ട, ഇങ്ങനത്തെ ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 4 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോ, നോട്ട് ഓർഡിനറി റെസിഡന്റ് ആയിട്ട് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് 4 കണ്ടീഷൻ? ഒന്ന്, ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. പിന്നെ അയാൾക്ക് ഇന്ത്യയിൽ നിന്നുള്ള ഇൻകം 15 ലക്ഷത്തിൽ കൂടിയിരിക്കണം. അതുപോലെ തന്നെ ഇയാൾ വേറൊരു രാജ്യത്ത് എന്ത് ചെയ്യുന്നില്ല, ടാക്സും അടയ്ക്കുന്നില്ല. പിന്നെ എന്താണ്, ഈ മേലെ പറയുന്ന കണ്ടീഷനിൽ അയാൾ എന്തല്ല സാറ്റിസ്ഫൈഡ് അല്ല, അഥവാ മേലെ പറയുന്ന കണ്ടീഷൻ മുഖേന അയാൾ നോൺ റെസിഡന്റ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, മേലെ പറയുന്ന കണ്ടീഷനിൽ റെസിഡന്റ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിന്റെ അർത്ഥമില്ലല്ലോ. അപ്പൊ ഈ മേലെ പറയുന്ന കണ്ടീഷനിൽ ഇയാൾ എന്തല്ല, റെസിഡന്റ് അല്ല. സോ അയാളെ എന്തെന്ന് പറയും, ഡീംഡ് റെസിഡന്റ് അഥവാ RBNOR, നോട്ട് ഓർഡിനറി റെസിഡന്റ് ആയിട്ട് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ റെസിഡന്റ് ആരാണെന്നുള്ള എൻ്റെ കൺസെപ്റ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി റെസിഡന്റ് ആണെന്ന് തന്നെ വിചാരിക്കാം. റെസിഡന്റ് ആണെന്നുണ്ടെങ്കിൽ രണ്ട് രീതിയിലുണ്ട്. ഓർഡിനറി റെസിഡന്റും ഉണ്ട്, ROR. എന്താണ്? ഓർഡിനറി റെസിഡന്റും ഉണ്ട്. അതുപോലെ തന്നെ RBNOR അല്ലെ, എന്താണ്? റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റും ഉണ്ട്. ഓക്കെ, ഓർഡിനറി റെസിഡന്റ് എന്ന് പറഞ്ഞാൽ ആരാ? സ്ഥിരമായി നിൽക്കുന്ന ആൾക്കാർ. നോട്ട് ഓർഡിനറി എന്ന് പറഞ്ഞാൽ ആരാ? ചില കണ്ടീഷൻ മുഖേന അല്ലെങ്കിൽ വല്ലപ്പോഴും നിൽക്കുന്ന ആൾക്കാരെയാണ് നോട്ട് ഓർഡിനറി എന്ന് പറയാം. ഇതൊക്കെ ഒരുപാട് പറഞ്ഞതാണ്. അപ്പൊ കണ്ടീഷൻ ഞാൻ ഇവിടെ എഴുതാണ്, ഇതിന്റെ നടുക്കലായിട്ട് എഴുതാണ്. രണ്ട് കണ്ടീഷനാണ്. ഒന്ന്, he is resident in India. He is
resident in India at least 2 out of 10 preceding previous year. 10 preceding previous year. എന്താ അതിന്റെ അർത്ഥം? പ്രീവിയസ് ഇയറിന് തൊട്ടു മുമ്പുള്ള 10 വർഷത്തില് ഏതെങ്കിലും 2 വർഷം അയാൾ ആരായിരിക്കണം? റെസിഡന്റ് ആയിരിക്കണം. അയാൾ ഉണ്ടായിരിക്കണം എന്നല്ല, നിന്നിരിക്കണം, സ്റ്റേ ചെയ്യണം എന്നല്ല. കണ്ടീഷൻ ശ്രദ്ധിക്കുക. പ്രീവിയസ് ഇയറിന് തൊട്ടു മുമ്പുള്ള 10 വർഷത്തിൽ ഏതെങ്കിലും 2 വർഷം അയാൾ റെസിഡന്റ് ആയിരിക്കണം. ആരായിരിക്കണം? റെസിഡന്റ് ആയിരിക്കണം. ഓക്കെ. അപ്പോ പിള്ളേർക്ക് ഡൗട്ട് ഉണ്ടാവുന്ന, ഓഫ് കോഴ്സ് ഉണ്ടാവുന്ന ഒരു സംഭവമാണ് അടുപ്പിച്ചുണ്ടാവണോ സാറേ? വേണ്ട, ഏതെങ്കിലും 2 വർഷം ഉണ്ടായാൽ മതി. അതായത് പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 10 വർഷത്തിൽ ഏതെങ്കിലും 2 വർഷം, അറ്റ്ലീസ്റ്റ് 2 വർഷം എന്നാണ് കേട്ടോ. 2 കൂടുതലായാലും കുഴപ്പമില്ല, കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ അറ്റ്ലീസ്റ്റ് 2 വർഷമെങ്കിലും അയാൾ എന്തായിരിക്കണം? റെസിഡന്റ് ആയിരിക്കണം. ശ്രദ്ധിക്കുക, ഉണ്ടായിരിക്കണം എന്നല്ല, നിൽക്കണം എന്നല്ല, റെസിഡന്റ് ആയിരിക്കണം എന്നാണ് കണ്ടീഷൻ. ഓക്കെ. രണ്ടാമത്തെ കണ്ടീഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ഹി ഈസ് ഇൻ ഇന്ത്യ. അപ്പൊ ശ്രദ്ധിക്കുക, അയാള് ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം ഫോർ 730 days or more. 730 daysോ അതിൽ കൂടുതലോ ഉണ്ടായിരിക്കണം. 730 days or more. അതിൽ 730 daysോ or അതിൽ കൂടുതലോ ഉണ്ടായിരിക്കണം ഇൻ 7 preceding previous year. ഓക്കെ. 2 കണ്ടീഷൻ ആണ്. രണ്ടാമത്തെ കണ്ടീഷൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഹീസ് ഇൻ ഇന്ത്യ ഫോർ 730 days or more in 7 preceding previous year. അതായത് പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 7 വർഷത്തില് 7 വർഷം നോക്കുമ്പോൾ ആ 7 വർഷത്തില് 730 ദിവസമോ അതിൽ കൂടുതലോ എന്തായിരിക്കണം? ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം എന്നാണ്. ഓക്കെ. ഇന്ത്യയില് താമസിച്ചിരിക്കണം. ഓക്കെ. പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 7 വർഷത്തില് 730 days അല്ലെങ്കിൽ 730 ദിവസമോ അതിൽ കൂടുതലോ ഇന്ത്യയില് ഉണ്ടായിരിക്കണം. ഓക്കെ. അപ്പൊ 2 കണ്ടീഷൻ ആണ്. ഹീസ് റെസിഡന്റ് ഇൻ ഇന്ത്യ അറ്റ്ലീസ്റ്റ് 2 out of 10 preceding previous year. പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 10 വർഷത്തില് 2 വർഷം എന്തായിരിക്കണം? ഏതെങ്കിലും 2 വർഷം എന്തായിരിക്കണം? റെസിഡന്റ് ആയിരിക്കണം. പിന്നെ പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 7 വർഷത്തില് 730 ദിവസമോ അതിൽ കൂടുതലോ ഇന്ത്യയിൽ താമസിച്ചിരിക്കണം. ഓക്കെ. ഒന്ന് റെസിഡന്റ് ആയിരിക്കണം, മറ്റേത് ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ. അപ്പൊ ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താല്, ബോത്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ആണ് ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്തിട്ട് കാര്യമില്ല, ബോത്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾ എന്തായിട്ട് മാറും? ഓർഡിനറി റെസിഡന്റ് ആയിട്ട് മാറും. ഇനി എനിവൺ ഓർ എപ്പോഴും സ്റ്റുഡൻസ് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, അതിന്റെ ഒരു ക്ലാരിറ്റി ആണിത്. നോട്ട് എനി കണ്ടീഷൻ സാറ്റിസ്ഫൈഡ്. കോമഡിയാണ് എപ്പോഴും ഈ മിസ്റ്റേക്ക്. അതായത് കാലത്ത് മുഴുവനും വെള്ളം കോരിയിട്ട് കൊണ്ടോടിക്കുന്ന പരിപാടിയില്ലേ, അതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. അപ്പൊ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ഓർഡിനറി റെസിഡന്റ് ആയിട്ട് മാറിയില്ലേ? 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തില്ല, ഒരൊറ്റ കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്തുള്ളൂ എന്നുണ്ടെങ്കിലോ അയാള് നോട്ട് ഓർഡിനറി ആയിട്ട് മാറി. അപ്പൊ ശ്രദ്ധിക്കുക, 2 കണ്ടീഷനും, ഒന്നില്ലെങ്കിൽ പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 10 വർഷത്തിൽ ഏതെങ്കിലും 2 വർഷം റെസിഡന്റ് ആയിരിക്കുക, അല്ലെങ്കിൽ അതിന് പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 7 വർഷത്തിൽ 730 ദിവസം നിന്നിരിക്കണം, താമസിച്ചിരിക്കണം. അപ്പൊ ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലോ ഓർഡിനറി റെസിഡന്റ്, ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താലോ, എനി വൺ സാറ്റിസ്ഫൈ ചെയ്താലോ നോട്ട് ഓർഡിനറി റെസിഡന്റ്. ഇനി ഒന്നും സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിലോ പിള്ളേര് നോൺ റെസിഡന്റിന് എഴുതി വെക്കുന്ന പരിപാടി ഉണ്ട്. എന്റെ മക്കളെ നിങ്ങൾ നോക്കുക, ആദ്യം റെസിഡന്റ് ആണോ അല്ലയോ എന്നാണ് നമ്മൾ നോക്കുന്നത്, അല്ലെ? ആദ്യത്തെ കണ്ടീഷൻ എന്താ? 182 ഡേയ്സും 60 ദിവസവും ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? റെസിഡന്റ് ആണോ അല്ലയോ എന്നാണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. അപ്പൊ റെസിഡന്റ് ആണ് എന്നുണ്ടെങ്കിലാണ്, റെസിഡന്റ് ആയതിനു ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓർഡിനറി ആണോ നോട്ട് ഓർഡിനറി ആണോ എന്ന് നോക്കാം, അല്ലേ? നിങ്ങൾ ആദ്യം നോക്കുന്നത് റെസിഡന്റ് ആണോ അല്ലയോ എന്നാ. ഫസ്റ്റ് നിങ്ങൾ നോക്കുന്നത് എന്താ? റെസിഡന്റ് ആണോ അല്ലയോ എന്നാ. ഇപ്പൊ ഏതെങ്കിലും 182 ഡേയ്സ് നിൽക്കുകയോ അല്ലെങ്കിൽ 60 ദിവസത്തെ കണ്ടീഷൻ, രണ്ടാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയോ എങ്ങനെയെങ്കിലും നിങ്ങൾ റെസിഡന്റ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നീടാണ് നമ്മൾ ഈ കണ്ടീഷൻ നോക്കുന്നത്, ഓർഡിനറി ആണോ നോട്ട് ഓർഡിനറി ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ ഈ കണ്ടീഷൻ, ഈ 10 out of 2 കണ്ടീഷൻ ഉണ്ടല്ലോ,
ഓർഡിനറി ആണോ നോട്ട് ഓർഡിനറി ആണോ നോക്കുന്ന രണ്ട് കണ്ടീഷൻ, ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ റെസിഡന്റ് നോൺ റെസിഡന്റ് ആവാൻ പോകുന്നില്ല. ഓൾറെഡി നിങ്ങൾ റെസിഡന്റ് ആണ്. നിങ്ങൾ ഓർഡിനറി ആണോ നോട്ട് ഓർഡിനറി ആണോ, ഇനി അത് മാത്രം അറിഞ്ഞാൽ മതി. റെസിഡന്റ് ആണെന്ന് നിങ്ങൾ തെളിയിച്ചു, ഇനി ഓർഡിനറി ആണോ നോട്ട് ഓർഡിനറി ആണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. സോ ഈ പറയുന്ന കണ്ടീഷൻ ഹീസ് റെസിഡന്റ് ഇൻ ഇന്ത്യ 2 out of 10 പ്രിസീഡിംഗ് പ്രീവിയസ് ഇയർ, ഈ കണ്ടീഷൻ, ഈ രണ്ട് കണ്ടീഷനും നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓർഡിനറി, ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നോട്ട് ഓർഡിനറി, ഇനി ഒന്നും സാറ്റിസ്ഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിലോ അപ്പോഴും നിങ്ങൾ എന്താണ്, നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണ്, അല്ലാതെ നോൺ റെസിഡന്റ് ആവില്ല. അപ്പൊ എല്ലാവർക്കും ഉണ്ടാവുന്ന ഡൗട്ട് ആണ്. സോ പഠിക്കുക, നോട്ട് എനി കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിലും, അതായത് ഒരു കണ്ടീഷനും, അതായത് ഈ പറയുന്ന രണ്ട് കണ്ടീഷനിൽ ഒന്നും സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിലും നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ആരായിട്ട് മാറും, RBNOR അഥവാ നോട്ട് ഓർഡിനറി റെസിഡന്റ് ആയിട്ട് മാറും. അപ്പോ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുവിധം കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ താങ്ക് യു, ഇത്രയേ ഉള്ളൂ.